നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട എന്നാണ് സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ വാൺ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, ചേച്ചി വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ സാർ എന്നെ തല്ലിയത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. പോലീസ് എന്താണ് പറഞ്ഞത്? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ബാക്കി മറ്റ് നടപടികൾ, ഷാമിലയുടെ നടപടികൾ എങ്ങനെയാണ്? കുടുംബം ആലോചിച്ച് അസോസിയേഷൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ബാർ കൗൺസിലിൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യണം. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മറ്റുണ്ട്, വനിതാ കമ്മീഷനും മറ്റു വകുപ്പ് അടക്കമുണ്ട്. അവരെ കൂടി സമീപിക്കാനുള്ള ആലോചനയുണ്ടോ? അതെ ഉണ്ട്. വനിതാ കമ്മീഷനിലും വനിതാ ശിശു വികസന വകുപ്പിലും പരാതി കൊടുക്കും. തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പക്ഷെ ഇന്നിപ്പോ ഞാനിപ്പോ ഡെലിവറി 6 months ആയിട്ടേ ഉള്ളൂ, ഫീഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വീട്ടിലോട്ട് പോവാം. നാളെ മെഡിക്കൽ കോളേജിലോട്ട്. ഫ്രാക്ചർ ഉണ്ടെന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതുപോലൊരു സംഭവം ഇത്രയ്ക്ക് ഇങ്ങനെയല്ല. അത് ഒരു ഫയല് അവിടെ ചെറിയൊരു പ്രശ്നം മതി. അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം. സാർ ഭയങ്കര ഷോർട്ട് ടേം വേർഡ്, അപ്പൊ അതില് ചെയ്യുന്നതാണ്. ഇതും അങ്ങനെ പറ്റിയതാ. ഞാൻ സാറ് നിൽക്കെ ഞാൻ ആ ജൂനിയറിനോട്, അതായത് എനിക്ക് സീനിയറാണ്, സാറിന്റെ ജൂനിയർ, ഞാനിങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ആ പ്രൊവോക്കേഷനിൽ തന്നതാണ്. എന്നെ വലിച്ച് തിരിച്ചിട്ട് അടിച്ചപ്പോൾ ഞാൻ നിലത്ത് വീണു. വീണ്ടും അടിച്ചു. രണ്ടോ മൂന്നോ തവണ അടി. പിന്നെ എനിക്ക് തല ഇറങ്ങി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോ ശ്യാമിലി ഈ സംഭവത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വന്നു. അതെ CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് എപ്പോഴാണ് മർദ്ദിച്ചത്? എന്തിന്റെ പേരിലായിരുന്നു മുമ്പ് മർദ്ദിച്ചത്? ഇതുപോലെ ഒരു ഇഷ്യൂ ആണ്. സാർ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും. അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോവും. ഞാൻ പറയും ഇല്ല സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി, സാർ ഇപ്പൊ പോകണ്ടെന്ന് പറയും. പോകണ്ടെന്ന് പറയുമ്പോ ആ ദേഷ്യത്തില്, അതായത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സാറിനെ തടയുവാണല്ലോ. പോകണ്ട സാർ ഇപ്പൊ പോകണ്ട, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. അപ്പൊ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് പരാതി കൊടുത്തില്ലേ? ഇല്ല പരാതി ഒന്നും കൊടുത്തില്ല. സ്ഥിരമായിട്ടുള്ളതാണിത്. സ്ഥിരം ഇങ്ങനെ കയ്യേറുന്ന വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് അവർ പെരുമാറുന്നത്. വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ. ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാലും അറിയാം, ആ ഓഫീസിൽ ആരും നിക്കത്തില്ല. ഇല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. അപ്പോ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നത്. അസോസിയേഷനിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇയാൾ ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട്? അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അല്ലാതെ ഇപ്പോൾ ഈ ഓഫീസിൽ ആരും നിൽക്കത്തില്ല എന്നുള്ള, കാരണം സാറിന്റെ ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇനി ഇതിനു മുമ്പ് വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അറസ്റ്റ് ഇതിനകത്ത് വേറെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശ്യാമിലി, ഈ സംഭവത്തെ കുറിച്ച് തുടക്കം ഒന്ന് പറയാമോ? എന്താണ് സംഭവിച്ചത്, എന്നാണ്, എങ്ങനെയാണ്? ഇന്ന് 12:30 ആണ് സംഭവം. ഞാൻ ഇന്ന് രാവിലെ ഫസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഫസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു വെക്കേഷൻ പോയിട്ട്. അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു, സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വാൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാർ ഇറങ്ങി പോകാമെന്ന്. ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് അതിന് താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക, വീണ്ടും പോവാ. ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും,
ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഷാമിലോട് വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയോ ചെയ്തിട്ടുണ്ടോ? മോശമായിട്ട് പെരുമാറുക ഇതാ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗമൊന്നും കേൾക്കില്ല. സാറിന് തോന്നുന്നത് പറയാ, ഫയൽസ് എടുത്ത് മുഖത്തെറിയുക. അത് എന്നോട് മാത്രമല്ല, ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട, കാര്യമില്ല കാരണവുമില്ല ഒന്നുമില്ല, ഒന്നും പറയില്ല, നാളെ മുതൽ ഓഫീസിൽ വരണ്ട. നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്ന കുഴപ്പമില്ല. ഇത് അസോസിയേഷനിൽ പരാതിപ്പെട്ടോ? ഇപ്പൊ ഈ അടി കിട്ടിയതിനു ശേഷം ഇല്ല, അസോസിയേഷനിൽ ഞാൻ നേരിട്ട് പോയില്ല. ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസോസിയേഷനിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ കണ്ടു നിൽക്കുകയാണ് അടിക്കുകയും വീഴ്ത്തുകയും ചെയ്തത്. ഇത് ആരെങ്കിലും തടയാനായിട്ടോ അങ്ങനെ ശ്രമിച്ചു? ഇല്ല, ആരും തടയാനായിട്ട്. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അഭിഭാഷകൻ മുമ്പ് ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടോ? എന്നെ മുമ്പ് തല്ലിയിട്ടുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് അന്ന് എന്തിനാണ് തല്ലിയത്? മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം ഇപ്പൊ കേസിന്റെ കാര്യം ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ ഇടാത്തെന്നൊക്കെ പറഞ്ഞ് ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, മുഖത്തൂടെ വലിച്ചെറിയും. അപ്പോ എനിക്ക് മാത്രമല്ല, ഇതൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഓഫീസിൽ 2-3 അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ മാത്രമല്ല, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് ഉൾപ്പെടെ ആനന്ദേട്ടൻ 2-3 തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുമ്പോ വീണ്ടും എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം. ഒരു മനുഷ്യനെ താഴാൻ പറ്റുന്നതിന്റെ അത്രയും താഴ്ന്ന് വിളിക്കും. എത്ര കാലമായിട്ട് ഈ അപേക്ഷ കൂടുതൽ ഷാമിലിയുണ്ട്? എത്ര കാലമായി വർക്ക് ചെയ്യുന്നു ഈ അപേക്ഷയോടൊപ്പം? 3 വർഷമായിട്ട്. ഞാൻ എൻറോൾ ചെയ്തത് മുതൽ സാറിന്റെ കൂടെ. മറ്റ് പരാതികളൊന്നും എന്റെ അറിവില് ഞാനും ആ ജൂനിയറോ ഞാനും ഓഫീസിൽ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ? ഞാൻ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ സാറിനോട് പറഞ്ഞു, അത് കേട്ട പാതി കേൾക്കാത്ത പാതി സാർ എന്തിനു വിളിച്ച് ഓഫീസിൽ വരണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഈ കാര്യം ഞാൻ സാറിനോട് ചോദിച്ചു, സംസാരിച്ചു. ഇതാണ് അത് ആ പ്രശ്നം വിട്ടേക്ക്, അത് വിട്ടേക്ക്. മർദ്ദിക്ക് മാത്രമാണോ ഉണ്ടായത്? ഇന്ന് മർദ്ദിച്ചു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ആ അടി കിട്ടിയതിന്റെ ഇതിൽ എനിക്ക് പിന്നെ ഡോക്ടറെ കാണിച്ചു, CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഷാമിലിയുടെ അടുത്ത നടപടി എന്താണ്? ഇതിനെതിരെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ബാർ കൌൺസിലിലും ബാർ അസോസിയേഷനിലും പരാതി കൊടുക്കും. ഈ മർദ്ദിക്കുന്നത് കൂടെയുള്ള സഹപ്രവർത്തകർ കണ്ടിരുന്നു. എന്താണ് അവരെന്നിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? അവര് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് അവരാരും പിടിച്ചു മാറ്റാനൊന്നും വന്നില്ല. കാരണമായിട്ട് മർദ്ദിച്ചു? അതെ, ഒരിക്കലല്ല 2-3 പ്രാവശ്യം. എനിക്ക് പിന്നീട് ആദ്യത്തെ അടി കിട്ടിയപ്പോ തന്നെ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. മോപ്പ് കൊണ്ട് സ്റ്റിക്ക് കൊണ്ട് അടിക്കണോ കൈ കൊണ്ട് അടിച്ചതാ? ഞാൻ പറഞ്ഞില്ലേ, സാർ എയർഫോഴ്സിലായിരുന്നു, പിന്നെ കടൽപ്പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്രയും 6 അടിയോളം പൊക്കമുണ്ട്, അത്രയും ആരോഗ്യവാനാണ്. ആ കൈ കൊണ്ട്